ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഈ അതിർത്തി മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പാക് പ്രകോപനം സ്ഥിരീകരിക്കുകയാണ്. പാകിസ്ഥാൻ ആംഡ് ഫോഴ്സ് ലോഞ്ച്ഡ് multiple attacks using drones and other munitions along entire western border on the intervening night of 8th and 9th May of 2025. Pak troops also resorted to numerous ceasefire violations along the line of control in Jammu and Kashmir. The drone attacks were effectively repulsed and befitting reply was given to the CF. അതായത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു നമ്മുടെ LOCയിൽ, അതിനെ ചെറുത്തു നിന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച മറ്റ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തിയിലേക്ക്, ഇന്ത്യൻ മണ്ണിലേക്ക് കയറാൻ ശ്രമിച്ച പാക് പ്രകോപനങ്ങളെ എല്ലാം തകർത്തു നമ്മുടെ സേന എന്നിപ്പോൾ ഇന്ത്യൻ സേന തന്നെ, ഇന്ത്യൻ സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയാണ്. പാക് പ്രകോപനം നമ്മുടെ സൈന്യം സ്ഥിരീകരിക്കുക മാത്രമല്ല, ന്യൂട്രലൈസ് ചെയ്തു, ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ, സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നു പാക് പ്രകോപനങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന പ്രകോപനത്തെ സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ വന്നതാണ്. ഇപ്പോൾ ഇതാ ADG PI ഇന്ത്യൻ ആർമി എക്സ്പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നു, വ്യക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ തോതിൽ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ അത് കൃത്യമായിട്ട് തന്നെ തിരിച്ചടിക്കാനും ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. ഇനി വ്യക്തമാകേണ്ട കാര്യം ഇന്ത്യയുടെ തിരിച്ചടി ഏത് തരത്തിലായിരുന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന്റെ മണ്ണിൽ, പാകിസ്ഥാന്റെ നഗരങ്ങളിൽ കയറിച്ചെന്നുള്ള ഇന്ത്യയുടെ തിരിച്ചടി അത് ഏത് തരത്തിലായിരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു ദൃശ്യം കൂടി എന്തായാലും കരസേന പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഏത് തരത്തിലായിരുന്നു ഈ ഡ്രോണുകൾ വെടിവെച്ചിട്ടത് എന്നുള്ള കാര്യം. മറ്റ് 1-2 വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്ന് പുലർച്ചെ 5 മണിക്ക് പഞ്ചാബിലെ അട്ടാരി വാഗ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഒരു ഡ്രോൺ എത്തി. ആ ഡ്രോണും വെടിവെച്ചിട്ടു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി കരസേനാ വൃത്തങ്ങളിൽ നിന്നും വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൂഞ്ചിൽ ഇന്ന് പുലർച്ചെ വലിയ തോതിൽ സീസ് ഫയറിംഗ്, അതായത് ഷെല്ലിംഗ് നടന്നിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും. അതിൽ പൂഞ്ച് പോലീസ് ലൈൻസിൽ ആക്രമണം ഉണ്ടായി, നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ പല വീടുകൾക്കും, ആളുകൾ താമസിച്ചിരുന്ന പല വീടുകളിലും. അർജുനിലേക്ക് മടങ്ങി വരാം. ഇന്നലത്തെ നമ്മുടെ സൈനിക നടപടി വിശദീകരിച്ചപ്പോൾ വളരെ കൃത്യതയോടുകൂടി, വളരെ ഷാർപ്പായി, വളരെ ആക്യുറേറ്റ് ആയാണ് ഇന്ത്യ പ്രതികരിച്ചത്. ഇനി പ്രകോപിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇനി ഒന്നും ചെയ്യില്ല, ഞങ്ങൾ എല്ലാം ഇവിടെ നിർത്തുന്നു, ഞങ്ങൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, ഞങ്ങളുടെ പോരാട്ടം അത് ഭീകരവാദത്തിനെതിരെയാണ് എന്ന് കൃത്യമായി നമ്മുടെ സൈന്യം വിശദീകരിച്ചതാണ്. പക്ഷേ പാകിസ്ഥാൻ പലയിടത്തായി രജൌരി, പൂഞ്ച്, അക്നൂർ, അങ്ങനെ പല അതിർത്തി മേഖലകളിൽ, ഇന്ത്യൻ അതിർത്തിയിൽ തുടരെ ഷെല്ലാക്രമണങ്ങൾ നടത്തി വരികയാണ് പാകിസ്ഥാൻ. നമ്മുടെ കർഷകർ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്ത്രീകൾ, ഇവർക്ക് നേരെയാണ്, സിവിലിയൻസിനും സൈനികർക്കും നേരെയാണ് പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ. ജീവൻ നഷ്ടമാകുന്നു, പലർക്കും പരിക്കേൽക്കുന്നു. പാകിസ്ഥാൻ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. സ്വന്തം രാജ്യം പട്ടിണി കിടന്ന് മരിച്ചാലും തീവ്രവാദികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുകയാണ് പാകിസ്ഥാൻ ഈ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാന്റെ പ്രകോപനം. ഹൃദയഭേദകമായ കാഴ്ചകൾ, തകർന്നടിഞ്ഞ വീടുകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത്. സലാമാബാദിലാണ് ഒറ്റ രാത്രി കൊണ്ടാണ് സാധാരണക്കാരായ അവരുടെ ജീവിതം പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ മാറി മറിഞ്ഞത്. വീടുകളൊക്കെ തകർന്ന നിലയിലാണ്. ഇന്ത്യ പാക് അതിർത്തിയിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് ഈ സലാമാബാദ് എന്ന് പറയുന്നത്. ഉറി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ള ഗ്രാമം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്.
ഇത്തരത്തിൽ പാകിസ്ഥാൻ എപ്പോഴും നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത ഒരു ഭരണകൂടമാണ്. പക്ഷേ അവർ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത്തരത്തിൽ ഭീകരവാദികളെ വളർത്തുക എന്നുള്ളതാണ്, ഭീകരവാദികൾക്ക് പരിശീലനം നൽകുക എന്നുള്ളതാണ്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഭീകരവാദത്തോട് വലിയ പിന്തുണയുണ്ട് എന്നുള്ളത് ലോകത്തിനൊന്നാകെ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ തെളിവാണ് ഇന്ത്യക്കുള്ള പിന്തുണ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് പല രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എങ്കിൽ പാകിസ്ഥാൻ എത്രമാത്രം ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. നമുക്കറിയാം ഓരോ സമയവും ഇത്തരത്തിൽ കൊടും ഭീകരതയാണ് ഇന്ത്യ കൊന്നു തള്ളിയത്. ഈ കൊടും ഭീകരതയെ കൊന്നു തള്ളുമ്പോഴും അതിനെ ന്യായീകരിക്കുന്ന ആ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കുന്ന പാക് സൈനിക മേധാവികളുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എങ്ങനെ ഈ രാജ്യത്തോട്, ഈ പാകിസ്ഥാനോട് പൊറുക്കും എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് എടുത്തു പറയാനുള്ളത്. കാരണം ഭീകരവാദത്തെ അത്രമാത്രം പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടമാണ്. ഇതെല്ലാം ചെയ്തിട്ട് തങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു പിന്തിരിപ്പൻ മനോഭാവവും പ്രകോപനവും മാത്രമാണ് പാകിസ്ഥാൻ എപ്പോഴും മുന്നോട്ട് വെക്കുന്നതും. ഞാൻ നേരത്തെ ചില കമന്റുകൾ വായിച്ചു. എല്ലാവരും ഇന്നലെ പ്രതിരോധ മന്ത്രി പറഞ്ഞതാണ് അക്ഷരാർത്ഥത്തിൽ ശരി. ഇത് നമ്മുടെ സൈന്യത്തിന് അഭിനന്ദിക്കാനുള്ള നിമിഷമാണ്. അതിർത്തിയിൽ സൈന്യത്തിന്റെ വലിയ പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമന്റ് ബോക്സ് നിറയെ നമ്മുടെ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിക്കുന്ന ആളുകളെയാണ്. സന്ധ്യ ബിഗ് സല്യൂട്ട് ഇന്ത്യൻ ആർമി എന്ന് എഴുതുന്നു. തരുന്നതിന്റെ ഇരട്ടി തിരിച്ചടി എന്ന് സന്ധ്യ പറയുന്നു. എല്ലാവരും ഇന്ത്യൻ ആർമിയെ അഭിനന്ദിക്കുകയാണ്. അഭിമാനമുണ്ട് നമുക്ക് നമ്മുടെ സൈന്യത്തിൽ. കര, നാവിക, വ്യോമസേനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, സംയുക്തമായി നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും, ഓരോ ഇന്ത്യക്കാരനും സുരക്ഷാ കവചം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ഭീകരവാദം ഈ ലോകത്തിന് വലിയ ഭീഷണിയാണ്, നമ്മൾ ഒറ്റക്കെട്ടായി അതിനെ തുടച്ചു നീക്കുക തന്നെ ചെയ്യുമെന്ന് ഡാർവിൻ നൂൻസ് എഴുതുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യക്കൊപ്പം നൽകുന്ന റഷ്യയെ, ഇസ്രയേലിനൊക്കെ നന്ദി പറയുന്നുണ്ട് ഈ സമയത്ത് ഉണ്ണിയടക്കമുള്ള പല ആളുകൾ. അങ്ങനെ എല്ലാ രീതിയിലും ഇന്ത്യൻ സൈന്യത്തിനെ അഭിനന്ദിക്കേണ്ട ഒരു ബിഗ് സല്യൂട്ട് ഇന്ത്യൻ സൈന്യത്തിന് നൽകേണ്ട ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേര് മോദിയോട് പോയി പറയൂ എന്നുള്ളതാണ് അവസാനം ഈ ഭീകരവാദികൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ, പെങ്ങന്മാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരവാദികളോടുള്ള ഒരു ചെറുത്തുനിൽപ്പ്, അവരോടുള്ള ഒരു പ്രത്യാക്രമണമാണ് ഇന്ത്യ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തുന്നത്. അതിന് ലഭിക്കുന്ന സ്വീകാര്യത, മോദിക്ക് ലഭിക്കുന്ന പിന്തുണ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്, ആ രാജ്യത്തുള്ള ആളുകളുടെ വിശ്വാസം, ഇതൊക്കെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കമന്റ് ബോക്സിൽ വന്ന് നിറയുന്ന കമന്റുകൾ ഇന്ത്യക്ക് കൂടുതൽ ശക്തി പകരുന്ന, നമ്മുടെ സൈന്യത്തിന് കൂടുതൽ ശക്തി പകരുന്ന വാക്കുകൾ തന്നെയാണ്. ഓരോ ഇന്ത്യക്കാരനും കാത്തിരിക്കുന്നതും അത് തന്നെയാണ്. പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കുക, പാകിസ്ഥാനെ തകർക്കുക എന്നൊരു ഒറ്റ ആവശ്യം മാത്രമേ ഇപ്പോൾ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം. പാകിസ്ഥാനെ തകർക്കുക എന്ന് പറയുമ്പോഴും സാധാരണക്കാരായ മനുഷ്യർ ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചില്ല. ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത് പ്രതിരോധമാണ്. ഇനി ഞങ്ങളുടെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ നിങ്ങൾ വന്നാൽ, ഞങ്ങളുടെ മണ്ണിലേക്ക് കയറി ഭീകരവാദം നടത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ തിരിച്ചടിയുണ്ടാകും. തിരിച്ചടി മാത്രമല്ല, ഇനി പ്രത്യാക്രമണം ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ട സമയമാണിത്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് രാജ്യം മറ്റൊരു യുദ്ധത്തിലേക്ക് ഒരിക്കലും പോകരുതേ എന്ന്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമ്മൾക്ക് കരുതാം. ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിരപരാധികളായ കുറേ മനുഷ്യരുടെ രക്തം വീഴാതെ പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം.